ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ നിയമനത്തെ ചൊല്ലി തർക്കം. നിലവിലെ രജിസ്ട്രാർ ഇൻചാർജിനെ മാറ്റണമെന്നാണ് ഇടതംഗങ്ങളുടെ ആവശ്യം. കാര്യവട്ടം ക്യാമ്പസിലെ പ്രൊഫസർ സ്വപ്നയുടെ പേര് നിർദ്ദേശിച്ചു. എന്നാൽ ഇടതംഗങ്ങളുടെ നിർദ്ദേശം വൈസ് ചാൻസലർ അംഗീകരിച്ചില്ല. സ്ഥിരം രജിസ്ട്രാറെ നിയമിക്കാനുള്ള നടപടിയെടുക്കാമെന്ന VC-യുടെ നിലപാടിനെ ഇടതംഗങ്ങളും എതിർത്തു. പ്രതിഷേധത്തിനിടെ VC യോഗം പിരിച്ചുവിട്ടു. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, കാലങ്ങളായി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു തർക്കമാണ് ഈ VC രജിസ്ട്രാർ. ഈ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു സ്ഥിരം രജിസ്ട്രാറെ വേണമെന്നാണോ ഇടതംഗങ്ങളുടെ ആവശ്യം? എന്താണ് നടക്കുന്നത് സർവകലാശാലയിൽ? ആര്യ, വളരെ നിർണായകമായിട്ടുള്ള യോഗമാണ് ഇന്ന് സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇതിൽ ഏറെ പ്രധാനമായും ചർച്ച ചെയ്യാനിരുന്നത് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഈ സർവകലാശാലയിലെ രജിസ്ട്രാർ ചാർജുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലേക്ക് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും BJP-യിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി തർക്കത്തിലേക്ക് കടക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രജിസ്ട്രാർ ഇൻ ചാർജായിട്ട് ചുമതലയുള്ളത് രശ്മി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ മാറ്റി ഇപ്പോൾ കാര്യവട്ടത്തെ തന്നെ പ്രൊഫസറായിരിക്കുന്ന സ്വപ്നയെ നിയമിക്കുന്നതിനുള്ള ആവശ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് VC മോഹൻ കുന്നുമേൽ പങ്കുവച്ചത്. മറ്റൊന്ന്, പുതുതായിട്ടൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാം. സ്ഥിരമായിട്ടുള്ള ഒരു രജിസ്ട്രാറെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും താൻ തയ്യാറാണെന്നുള്ളതാണ് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ VC മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് അംഗീകരിക്കാനായിട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ 1 മണിയോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പിരിഞ്ഞ് 2 മണിക്ക് 1:30 തന്നെ അടുത്ത യോഗം തുടങ്ങാമെന്നുള്ളത് VC പങ്കുവച്ചുവെങ്കിലും ഏറ്റവും ഒടുവിൽ ഏറെ നാടകീയങ്ങളായിട്ടുള്ള രംഗങ്ങൾക്കൊടുവിലാണ് അവസാന ഘട്ടത്തിൽ ഈ യോഗം പിരിച്ചുവിട്ടതായിട്ട് ഇപ്പോൾ VC അറിയിച്ചിരിക്കുന്നത്. കടുത്ത പ്രതിഷേധവുമായിട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ സർവകലാശാലയിലെ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് VC മുന്നോട്ട് വന്നത് വളരെ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കോടതിയിലടക്കം ഈ വിഷയം മുന്നോട്ട് വന്നതാണ്. ഇതിൽ ഈ ഫണ്ട് വിനിയോഗിക്കാനുള്ള എല്ലാവിധത്തിലുള്ള അനുമതിയും നൽകണമെന്നുള്ളത് കോടതിയിൽ നിന്നും ഈ VC-ക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അതൊന്നും തന്നെ കണക്കിലെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ യോഗം നടത്താനായിട്ട് മുന്നിൽ വന്നതും അതായിരുന്നു പ്രധാനപ്പെട്ട അജണ്ടയും. പക്ഷേ അജണ്ട മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് രജിസ്ട്രാർ ഇൻ ചാർജുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വഴിവന്നത്. എന്തായാലും രശ്മിയെ മാറ്റി പുതിയൊരു രജിസ്ട്രാർ ഇൻ ചാർജിനെ നിയമിക്കുന്നുള്ളതാണ്. കാരണം ഇതിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ലാക്കോട് കൂടി തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയത്. കാരണം VC-യുടെ ബന്ധപ്പെട്ടുള്ള വ്യക്തികൾക്ക് മാത്രം രജിസ്ട്രാർ ഇൻ ചാർജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് പല ആൾക്കാരെയും മാറ്റി വന്നുവെങ്കിലും അതിലൊന്നും തന്നെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഇന്നിപ്പോൾ VC പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു രജിസ്ട്രാർ ഇൻചാർജിനെ നിയമിക്കാം. ഇൻചാർജ് അല്ല, സ്ഥിരമായിട്ടുള്ളൊരു ചുമതല ഒരാൾക്ക് നൽകാം. അതിനു വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താൻ പുറത്തിറക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ തർക്കത്തിൽ അവസാനിക്കുകയും ഏറ്റവും ഒടുവിൽ യോഗം പിരിച്ചുവിട്ടതായി VC അറിയിക്കുകയും ചെയ്തത്. ആര്യ, അരുൺ സോളമനാണ് വിശദമായ വിവരങ്ങളുമായി ചേർത്തത്.